നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടുജോലികളെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ ഹിന്ദിയിൽ നോക്കാം. എങ്ങനെയാണ് വീട്ടുജോലികൾ ഹിന്ദിയിൽ പറയുന്നതെന്ന് നോക്കാം. അമ്മ വെള്ളം ചൂടാക്കുകയാണ്. അമ്മ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് അമ്മ എന്ന് പറയുന്നത്. അതിന് പകരം ആരുടെ പേര് വേണമെങ്കിലും പറയാം. അമ്മ വെള്ളം ചൂടാക്കുകയാണ്. മാ പാനി ഗരം കർ രഹി ഹേ. ഗരം കർണ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. പാനി ഗരം കർ രഹി ഹേ. അമ്മ വെള്ളം ചൂടാക്കുകയാണ്. മാ പാനി ഗരം കർ രഹി ഹേ എന്ന് പറഞ്ഞാൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാ പാനി ഗരം കർ രഹി ഹേ. അമ്മ വെള്ളം ചൂടാക്കുകയാണ്. ഇനി വെള്ളത്തിന് പകരം പാലാണ് ചൂടാക്കുന്നതെങ്കിൽ ദൂത് ഗരം കർ രഹി ഹേ എന്ന് പറയണം. ദൂത് പാല്, ദൂത് ഗരം കർ രഹി ഹേ. അല്ലെങ്കിൽ വേറൊരു സബ്ജിയാണ് ചൂടാക്കുന്നത്, എന്തെങ്കിലും ഒരു കറി ചൂടാക്കുവാണ്, അപ്പോൾ അതും ഗരം കർ രഹി, സബ്ജി ഗരം കർ രഹി ഹേ. എന്തുവാണോ ചൂടാക്കുന്നത് അത് പറഞ്ഞിട്ട് ഗരം കർ രഹി ഹേ എന്ന് പറഞ്ഞാൽ അത് ചൂടാക്കുകയാണെന്നാണ് അർത്ഥം. ഇനി അമ്മ വെള്ളം തിളപ്പിക്കുകയാണ്. തിളപ്പിക്കുക എന്ന് പറയുന്നതിന് ഉബാൽന. ഉബാൽന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. മാ പാനി ഉബാൽ രഹി ഹേ. അമ്മ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ പാനി ഉബാൽ രഹി ഹേ. വെള്ളം തിളപ്പിക്കുകയാണ്. ഇനി വെള്ളത്തിന് പകരം പാൽ തിളപ്പിക്കുകയാണ് എന്നുള്ളതിന് ദൂത് ഉബാൽ രഹി ഹേ. ദൂത് ഉബാൽ രഹി ഹേ. പാൽ തിളപ്പിക്കുകയാണ്. പാൽ തിളപ്പിക്കുകയാണ് എന്നുള്ളതിന് ദൂത് ഉബാൽ രഹി ഹേ. പാത്രത്തിൽ വെള്ളം നിറയ്ക്കുകയാണ്. അമ്മ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുകയാണ്. എല്ലാ സെൻറ്റൻസിലും നമ്മൾ ഇനിയിപ്പോൾ അമ്മ എന്ന് പറയുന്നില്ല. ബർത്തൻ മേ പാനി ഭർ രഹി ഹേ. പാത്രത്തിൽ വെള്ളം നിറയ്ക്കുകയാണ്. ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം. പാത്രത്തിൽ വെള്ളം നിറയ്ക്കുകയാണ്. പാനി ഭർ രഹി ഹേ. ഭർ രഹി ഹേ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുകയാണ്. ഭർന നിറയ്ക്കുക. ഭർ രഹി ഹേ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മാ ബർത്തൻ മേ പാനി ഭർ രഹി ഹേ. ഇനി ബക്കറ്റിലാണ് വെള്ളം നിറയ്ക്കുന്നതെങ്കിൽ എങ്ങനെ പറയാം? ബാൽട്ടി മേ. ബക്കറ്റ് എന്നുള്ളതിന് ബാൽട്ടി. ബാൽട്ടി മേ പാനി ഭർ രഹി ഹേ. ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുകയാണ്. ബാൽട്ടി മേ പാനി ഭർ രഹി ഹേ. ഇനി പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. അതെങ്ങനെ പറയും? പൈപ്പ് എന്നുള്ളതിന് നൾ. നൾ. നൾ മേസേ. പൈപ്പിൽ നിന്ന്. നൾ മേസേ പാനി ലേ രഹി ഹേ. എടുക്കുകയാണ്. നൾ മേസേ പാനി ലേ രഹി ഹേ എന്ന് പറഞ്ഞാൽ പൈപ്പിൽ നിന്ന് അമ്മ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാ നൾസേ പാനി നൾമേസേ, അല്ലെങ്കിൽ നൾസേ എന്നും പറയാം. നൾമേസേ പാനി ലേ രഹി ഹേ. പൈപ്പിൽ നിന്ന് അമ്മ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും അങ്ങനെ കറക്റ്റ് ഗ്രാമറൊന്നും നോക്കാറില്ല. മാ നൾമേസേ പാനി ലേ രഹി ഹേ. അമ്മ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ കുളം എന്നുള്ളതിന് താലാബ്. കുളം എന്നുള്ളതിന് താലാബ്. താലാബ് മേസേ പാനി ലേ രഹി എന്ന് പറയും. താലാബ് മേസേ പാനി ലേ രഹി ഹേ. അല്ലെങ്കിൽ ഇനി കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ കുവ എന്നാണ് പറയുന്നത്. കിണറിന് കുവേസേ പാനി ലേ രഹി ഹേ. കുവേസേ പാനി ലേ രഹി ഹേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മാ ഖാന ബനാ രഹി ഹേ. ആഹാരം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാ ഖാന ബനാ രഹി ഹേ. അല്ലെങ്കിൽ നാസ്ത ബനാ രഹി ഹേ. 4 മണിക്കലത്തേക്കോ രാവിലത്തേക്കോ ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ നാസ്ത എന്നാണ് പറയുന്നത്. മാ ഖാന ബനാ രഹി ഹേ, അല്ലെങ്കിൽ മാ നാസ്ത ബനാ രഹി ഹേ. പാത്രം കഴുകുകയാണ്. ബർത്തൻ ധോ രഹി ഹേ. ബർത്തൻ ധോ രഹി ഹേ. പാത്രം കഴുകുകയാണ്. പാത്രം വൃത്തിയാക്കുകയാണ്. ബർത്തൻ സാഫ് കർ രഹി ഹേ. വൃത്തിയാക്കുക എന്നുള്ളതിന് സാഫ് കർണ. ബർത്തൻ സാഫ് കർ രഹി ഹേ എന്നും പറയാം. ബർത്തൻ ധോ രഹി ഹേ എന്നും പറയാം. പാത്രം കഴുകുകയാണ്. തുണി നനയ്ക്കുകയാണ്. തുണി എന്നുള്ളതിന് കപ്പട. കപ്പട ധോ രഹി ഹേ. ധോന എന്ന് പറഞ്ഞാൽ നനയ്ക്കുക. കപ്പട ധോ രഹി ഹേ. തുണി നനയ്ക്കുകയാണ്. കപ്പട ധോ രഹി ഹേ. തുണി പിഴിയുകയാണ്. നമ്മൾ നനച്ചിട്ട് വെള്ളം കളയാൻ വേണ്ടി പിഴിയുക എന്ന് പറയത്തില്ലേ? തുണി പിഴിയുകയാണ്. അതിന് കപ്പട നിച്ചോട് രഹി ഹേ. നിച്ചോടിന എന്ന് പറഞ്ഞാൽ പിഴിയുക. നിച്ചോട് രഹി ഹേ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തുണി പിഴിയുകയാണ്. കപ്പട നിച്ചോട് രഹി ഹേ. മാ കപ്പട നിച്ചോട് രഹി ഹേ. അമ്മ തുണി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിച്ചോട് രഹി ഹേ, പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുണി വിരിച്ചിടുകയാണ്. നനച്ച് പിഴിഞ്ഞ് വിരിച്ചിടുകയാണ്. വിരിച്ചിടുക എന്നുള്ളതിന് ഫൈലാന എന്ന് പറയും. ഫൈലാന ഇങ്ങനെ വിടർത്തിയിടുന്നതിനാണ് ഫൈലാന എന്ന് പറയുന്നത്. കപ്പട ഫൈലാ രഹി ഹേ. കപ്പട ഫൈലാ രഹി ഹേ. കപ്പട ധൂപുമേ ഫൈലാ രഹി ഹേ. വെയിലത്ത് വിരിച്ചിടുകയാണ്. കപ്പട ധൂപുമേ ഫൈലാ രഹി ഹേ. വെയിലത്ത് വിരിച്ചിടുകയാണ്. തുണി വെളിയിൽ നിന്ന് എടുക്കുകയാണ്. ഉണക്കാനിട്ടിരിക്കുന്നതിന് എടുക്കുകയാണ്. എടുക്കുക എന്നുള്ളതിന് ലേന. ലേ രഹി ഹേ, എടുക്കുകയാണ്. കപ്പട ബാഹർ സേ, വെളിയിൽ നിന്ന്. കപ്പട ബാഹർ സേ അല്ലെ ധൂപ് സേ, വെയിലിൽ നിന്ന്. കപ്പട ബാഹർ സേ ലേ രഹി ഹേ, എടുക്കുകയാണ്. തുണി വെളിയിൽ നിന്ന് എടുക്കുകയാണ്. കപ്പട ബാഹർ സേ ലേ രഹി ഹേ. തുണി വെളിയിൽ നിന്ന് എടുക്കുകയാണ്. തുണി മടക്കി വയ്ക്കുകയാണ്. മടക്കി വയ്ക്കുക എന്നുള്ളതിന് ഘടീകർണ എന്ന് പറയും. ഘടീകർണ, മടക്കി വയ്ക്കുക. തുണി മടക്കി വയ്ക്കുകയാണ് അല്ലെങ്കിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പട ഘടി കർ രഹി ഹേ. കപ്പട ഘടി കർ രഹി ഹേ. തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തുണി മടക്കി വയ്ക്കുകയാണ്. കപ്പട ഘടി കർ രഹി ഹേ. തുണി തേക്കുകയാണ്, അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്യുക എന്നുള്ളതിന് ഹിന്ദിയിൽ ഇസ്ത്രീ കർണ എന്ന് പറയും. ഇസ്ത്രീ, ഇസ്ത്രീ കർണ, അയൺ കർണ. ഇസ്ത്രീ കർണ എന്ന് പറഞ്ഞാൽ തേക്കുക. കപ്പട ഇസ്ത്രീ കർ രഹി ഹേ. തുണി തേക്കുകയാണ്. കപ്പട ഇസ്ത്രീ കർ രഹി ഹേ. തുണി തേക്കുകയാണ്. ചായ ഉണ്ടാക്കുകയാണ്. ചായക്ക് ചായ് എന്ന് തന്നെയാണ് പറയുന്നത്. ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബനാ രഹി ഹേ. ബനാ രഹി ഹേ. ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ബനാ രഹി ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ് ബനാ രഹി ഹേ. ചായ ഉണ്ടാക്കുകയാണ്. ചായ് ബനാ രഹി ഹേ. ഇനി കോഫി ഉണ്ടാക്കുകയാണെന്ന് പറയണമെങ്കിൽ കോഫി ബനാ രഹി ഹേ. കോഫി ബനാ രഹി ഹേ. ഇനി അതുപോലെ വേറെ എന്ത് സാധനം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിന് എന്താണോ ആ സാധനം അതിൻ്റെ പേര് പറഞ്ഞിട്ട് ബനാ രഹി ഹേ എന്ന് പറയണം. ഇപ്പം ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ബനാ രഹി ഹേ. ഇഡ്ലി ബനാ രഹി ഹേ. അല്ലെങ്കിൽ പിസ്സ ബനാ രഹി ഹേ. എന്താണോ നമുക്ക് പറയാനുള്ളത് അത് പറഞ്ഞിട്ട് ബനാ രഹി ഹേ എന്ന് പറയണം. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വരും. സബ്ജി ബനാ രഹി ഹേ. കൂട്ടാനുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ചാവൽ ബനാ രഹി ഹേ. ചോറുണ്ടാക്കുകയാണ്. ചാവൽ എന്ന് പറഞ്ഞാൽ അരിയാണ്. പക്ഷെ നോർമലി നമ്മൾ സംസാര ഭാഷയിൽ ചോറുണ്ടാക്കുക എന്ന് പറയുന്നതിന് ചാവൽ ബനാ രഹി ഹേ എന്നാണ് പറയുന്നത്. പച്ചക്കറി കഴുകുകയാണ് അല്ലെങ്കിൽ വൃത്തിയാക്കുകയാണ്. പച്ചക്കറി എന്നുള്ളതിന് സബ്ജി. പച്ചക്കറി സബ്ജി. സബ്ജി ധോ രഹി ഹേ. കഴുകുകയാണ്. പാനി സെ ധോ രഹി ഹേ. വെള്ളം കൊണ്ട് കഴുകുകയാണ്. അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകുകയാണ്. സബ്ജി പാനി മേ ധോ രഹി ഹേ. അല്ലെങ്കിൽ സബ്ജി സാഫ് കർ രഹി ഹേ. വൃത്തിയാക്കുകയാണ്. സബ്ജി സാഫ് കർ രഹി ഹേ എന്നും പറയാം. സബ്ജി ധോ രഹി ഹേ എന്നും പറയാം. പച്ചക്കറി മുറിക്കുകയാണ്. കഷ്ണങ്ങളാക്കുകയാണ്. പച്ചക്കറി മുറിക്കുകയാണ്. സബ്ജി കാട്ട് രഹി ഹേ. കാട്ടുക എന്ന് പറഞ്ഞാൽ മുറിക്കുക. സബ്ജി കാട്ട് രഹി ഹേ. പച്ചക്കറി മുറിക്കുകയാണ്. സബ്ജി കാട്ട് രഹി ഹേ. തൊലി കളയുകയാണ്. തൊലി എന്നുള്ളതിന് ചിൽക്ക എന്ന് പറയും. ഇപ്പോൾ പഴത്തിൻ്റെ തൊലി അതിന് ചിൽക്ക എന്ന് പറയും. കേലേക്ക ചിൽക്ക എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുകയാണ്. ആലു എന്നാണ് ഉരുളക്കിഴങ്ങിന് പറയുന്നത്. ആലു അതിൻ്റെ തൊലി എന്നുള്ളതിന് ചിൽക്ക. ചിൽക്ക നിക്കാൽ രഹി ഹേ. തൊലി കളയുകയാണെന്നുള്ളതിന് ചിൽക്ക നിക്കാൽ രഹി ഹേ. ഇഞ്ചിയുടെ തൊലി കളയുകയാണ്. ഇഞ്ചി എന്നുള്ളതിന് അദരക്ക്. അദരക് ഇഞ്ചി. അദരക്ക ചിൽക്ക ഇഞ്ചിയുടെ തൊലി. അദരക്ക ചിൽക്ക നിക്കാൽ രഹി ഹേ. കളയുകയാണ്. അതെടുത്ത് കളയുന്നതിനാണ് നിക്കാൽന എന്ന് പറയുന്നത്. അദരക്ക ചിൽക്ക നിക്കാൽ രഹി ഹേ. ഇഞ്ചിയുടെ തൊലി കളയുകയാണ്. അദരക്ക ചിൽക്ക നിക്കാൽ രഹി ഹേ. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയുടെ തൊലി എന്നുള്ളതിന് സബോളയ്ക്ക് പ്യാജ് എന്നാണ് പറയുന്നത്. പ്യാജ്. പ്യാജ് കാ ചിൽക്ക നിക്കാൽ രഹി ഹേ. അല്ലെങ്കിൽ അതുപോലെ ചിൽക്ക എന്ന് വെച്ചാൽ തൊലിയുള്ളത് എന്തിൻ്റെ നമുക്ക് അതിൻ്റെ പേര് പറഞ്ഞിട്ട് ചിൽക്ക നിക്കാൽ രഹി ഹേ എന്ന് പറയണം. തൊലി കളയുകയാണ്. വീട് വൃത്തിയാക്കുകയാണ്. വീടെന്നുള്ളതിന് ഘർ.
വീട് വൃത്തിയാക്കുകയാണ്. ഘർ സാഫ് കർ രഹി ഹേ. വീട് വൃത്തിയാക്കുകയാണ്. ഘർ സാഫ് കർ രഹി ഹേ. ബെഡിൽ പുതപ്പ് വിരിക്കുകയാണ്. ഖട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്, ഖട്ടിയ. ബെഡിൽ പുതപ്പ് എന്ന് പറഞ്ഞാൽ ചാദർ, ചാദർ പുതപ്പ്. ഖട്ടിയ പർ ചാദർ ബിഛാ രഹി ഹേ. ബിഛാന എന്ന് പറഞ്ഞാൽ വിരിക്കുക. ഖട്ടിയ പർ ചാദർ ബിഛാ രഹി ഹേ. ബെഡിൽ പുതപ്പ് വിരിക്കുകയാണ്, മെത്തയിൽ പുതപ്പ് വിരിക്കുകയാണ്. ഖട്ടിയ പർ ചാദർ ബിഛാ രഹി ഹേ. ബിഛാന വിരിക്കുക, ചാദർ എന്ന് പറഞ്ഞാൽ പുതപ്പ്. ഖട്ടിയ പർ ചാദർ ബിഛാ രഹി ഹേ. ആഹാരം വിളമ്പുകയാണ്. വിളമ്പുക എന്നുള്ളതിന് പരോസ്ന എന്ന് പറയും, സെർവ് ചെയ്യുന്നു. പരോസ്ന. ഖാന പരോസ് രഹി ഹേ. വിളമ്പുകയാണ്. ഖാന പരോസ് രഹി ഹേ. ആഹാരം വിളമ്പുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബച്ചോങ്കോ കുട്ടികളെ. ബച്ചോങ്കോ പഠാ രഹി ഹേ. പഠിപ്പിക്കുകയാണെന്നുള്ളതിന് പഠാന പഠിപ്പിക്കുക. പഠാ രഹി ഹേ പഠിപ്പിക്കുകയാണ്. ബച്ചോങ്കോ പഠാ രഹി ഹേ. കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബച്ചോങ്കോ പഠാ രഹി ഹേ. ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഹോംവർക്ക് കർവാ രഹി ഹേ. ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് കർവാന. കർവാ രഹി ഹേ. ഹോംവർക്ക് കർവാ രഹി ഹേ. ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ്. കുട്ടികളെ ആഹാരം കഴിപ്പിക്കുകയാണ്. ബച്ചോങ്കോ കുട്ടികളെ. ആഹാരം എന്നുള്ളതിന് ഖാന. ഖാന ഖിലാ രഹി ഹേ. കഴിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തീറ്റിക്കുകയാണ്. ഖിലാ രഹി ഹേ. ബച്ചോങ്കോ ഖാന ഖിലാ രഹി ഹേ. ഖാന ഖിലാന എന്ന് പറഞ്ഞാൽ ആഹാരം കഴിപ്പിക്കുക. ബച്ചോങ്കോ ഖാന ഖിലാ രഹി ഹേ. കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. കുട്ടികളുടെ കൂടെ എന്നുള്ളതിന് ബച്ചോങ്കെ സാത്ത്. സാത്ത് കൂടെ. ബച്ചോങ്കെ സാത്ത് ഖേൽ രഹി ഹേ. കളിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചോങ്കെ സാത്ത് ഖേൽ രഹി ഹേ. കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിക്കുകയാണ്. ബച്ചോങ്കെ സാത്ത് ഖേൽ രഹി ഹേ. കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. കുട്ടികൾക്ക് കഥ കേൾപ്പിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികളോട് കഥ പറയുകയാണ്. ബച്ചോങ്കോ കഹാനി സുനാ രഹി ഹേ. കേൾപ്പിക്കുകയാണ്. സുനാ രഹി ഹേ കേൾപ്പിക്കുകയാണ്. ബച്ചോങ്കോ കഹാനി സുനാ രഹി ഹേ. കഥ കേൾപ്പിക്കുകയാണ്. കഥ പറയുകയാണെന്നുള്ളതാണ് ബോൾ രഹി ഹേ എന്ന് പറയാം. ബച്ചോങ്കോ കഹാനി സുനാ രഹി ഹേ. അതാണ് കുറച്ചുകൂടെ നല്ലത്. കുട്ടികൾക്ക് കഥ കേൾപ്പിക്കുകയാണ്. കുട്ടികളെ പല്ല് തേപ്പിക്കുകയാണ്. ബച്ചോങ്കോ പല്ല് തേപ്പിക്കുക എന്നുള്ളതിന് ദാത്തുൻ കർണ എന്ന് പറയാം. ഒറ്റ വാക്കിൽ ദാത്തുൻ കർറ എന്ന് പറയാം. അല്ലെങ്കിൽ പല്ല് തേപ്പിക്കുകയാണെന്നുള്ളതിന് ദാന്ത് സാഫ് കർവാ രഹി ഹേ എന്ന് പറയാം. പല്ല് വൃത്തിയാക്കുകയാണ്. ദാന്ത് സാഫ് കർവാ രഹി ഹേ. തേപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ് കർവാ രഹി ഹേ എന്ന് പറയുന്നത്. തേക്കുക എന്നുള്ളതിന് ദാന്ത് സാഫ് കർ രഹാ ഹേ എന്ന് പറയാം സ്വയം ചെയ്യുമ്പം. ഇത് തേപ്പിക്കുന്നത് കൊണ്ടാണ് ദാന്ത് സാഫ് കർവാ രഹി ഹേ എന്ന് പറയുന്നത്. ബച്ചോങ്കോ ദാന്ത് സാഫ് കർവാ രഹി ഹേ. പല്ല് തേപ്പിക്കുകയാണ്. മുടി കെട്ടുകയാണ്. കെട്ടുക എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ അങ്ങ് ബനാ രഹി ഹേ എന്ന് പറയും. ബാൽ ബനാ രഹി ഹേ. മുടി കെട്ടുകയാണ്. മുടി കെട്ടിത്തരൂ, ബാൽ ബനാദോ എന്നാണ് പറയുന്നത്. മുടി കെട്ടിത്തരൂ എന്നുള്ളതിന്. ഉണ്ടാക്കിത്തരൂ എന്നല്ല, മുടി കെട്ടിത്തരൂ, ബാൽ ബനാദോ. അല്ലെങ്കിൽ മുടി കെട്ടുകയാണെന്നുള്ളതിന് ബാൽ ബനാ രഹി ഹേ. കുട്ടികളെ ഉറക്കുകയാണ്. ഉറക്കുക എന്നുള്ളതിന് സുലാന എന്ന് പറയും. ഉറക്കുക, സുലാന. ബച്ചോങ്കോ സുലാ രഹി ഹേ. ഉറക്കുകയാണ്. ബച്ചോങ്കോ സുലാ രഹി ഹേ. കുട്ടികളെ ഉറക്കുകയാണ്. ഇനി കുട്ടികളുടെ കൂടെ ഉറങ്ങുകയാണെന്നുള്ളതിന് ബച്ചോങ്കെ സാത്ത് സോ രഹി ഹേ എന്ന് പറയാം. കുട്ടികളുടെ കൂടെ ഉറങ്ങുകയാണെന്നുള്ളതിന് ബച്ചോങ്കെ സാത്ത് സോ രഹി ഹേ. കുട്ടികളുടെ കൂടെ ഉറങ്ങുകയാണ്. ഫോണിൽ വർത്തമാനം പറയുകയാണ്. ഫോൺ മേ ഫോണിൽ. ബാത്ത് കർ രഹി ഹേ. ബാത്ത് കർണ എന്ന് പറഞ്ഞാൽ ബാത്ത് കർണ വർത്തമാനം പറയുക. ഫോൺ മേ ബാത്ത് കർ രഹി ഹേ. ബാത്ത് എന്ന് എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബാത്ത് അങ്ങനെ പറയത്തുള്ളൂ. ബാത്ത് കർ രഹി ഹേ. ഫോണിൽ വർത്തമാനം പറയുകയാണ്. ഫോൺ മേ ബാത്ത് കർ രഹി ഹേ. ഇനി കൂട്ടുകാരോട് വർത്തമാനം പറയുകയാണെങ്കിൽ ദോസ്തോ സെ ബാത്ത് കർ രഹി ഹേ. കൂട്ടുകാരോട് വർത്തമാനം പറയുന്നതിന് ദോസ്തോ സെ
ദോസ്തോം സെ ബാത് കർ രഹി ഹേ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ആവശ്യമുള്ള കുറേ വാചകങ്ങൾ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റും. വീണ്ടും 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 കേട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കണം. അപ്പോൾ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്